ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൊടുപുഴയിലുള്ള ഒരു റിസോർട്ടിലാണ്. നമ്മൾ പറഞ്ഞിരുന്നില്ല ഒരു സ്റ്റേക്കേഷൻ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു റിസോർട്ട് ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ റിസോർട്ട് ടൂർ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. റിസോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് കുടയത്തൂർ മൗണ്ടെയിൻ ഇതാണ്. സോ നമുക്കിത് കാണാം. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഗാർഡൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞത് എന്തോ ഒരു ഋഷിമാർ ഉപയോഗിക്കുന്ന എന്തോ ഒരു കായാന്നാണ് പറഞ്ഞത്. അടിപൊളിയായിട്ടൊരു എന്നിട്ട് എന്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞിട്ടോ, കർമ്മൂത്തിയോ അങ്ങനെ എന്തോ ഒരു ഋഷിക്കായാന്നല്ലോ അല്ല അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ഗാർഡനിങ് സ്പേസ്. ഇതിവിടെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സ്പേസാണ്. അപ്പോൾ ഗാർഡൻ സ്പേസ് ഇത്ര തന്നെ ഉള്ളൂ. നമുക്കിനി സിറ്റ് ഔട്ടിലേക്ക് ഉള്ളിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ഒരു കുഞ്ഞ് സിറ്റ് ഔട്ട് പോർഷൻ. സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ആ ഒരു വൈബിലിതാ കുറെ ലൈറ്റ്സും സ്റ്റാർസ് ഒക്കെ തൂക്കിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഹോള്. ഫസ്റ്റ് ഇവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു TV പോർഷൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ തന്നെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ആർക്കെങ്കിലും റീഡിങ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്കൊക്കെ എടുത്ത് വായിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലെ ചെയർ കണ്ടോ? ഇതാണ് ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഈ ഡൈനിങ് സ്പേസിന് ഇപ്പോൾ തന്നെ നമുക്ക് TV കാണാനായിട്ട് ഇരിക്കാൻ TV കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഷ്യൻ്റെ ഒരു സോഫ പോലെ സെറ്റിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞി കിച്ചൺ. നമുക്ക് തന്നെ ഗ്രിൽ ചെയ്യാനും ബാക്കിയുള്ള എല്ലാത്തിനും വേണ്ടിയിട്ട് കുഞ്ഞിത് അവൻ ഉണ്ട്. ഒരു കെറ്റിൽ ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കെറ്റില്, പൊടികള് എല്ലാം ഉണ്ട്. ഇത് വാഷ് ബേസൻ. ഇവിടെ നമുക്ക് പ്ലേറ്റുകൾ, ഇവിടെ പിന്നെ അങ്ങനെയുള്ളൊരു കുഞ്ഞു അടുക്കള. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്, ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ്. ഇവിടെ സ്റ്റോർ റൂംസ്, അങ്ങനെ കപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. ഇനി നമുക്ക് ഫസ്റ്റ് റൂമിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. കയറി വരുമ്പോൾ തന്നെ ഉള്ള റൂമാണിത്. നമുക്ക് ഇവിടുത്തെ വ്യൂ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. നമുക്കിനി അതിന്റെ വാഷ്റൂമിലേക്ക് പോവാം. ഇതാണ് വാഷ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് നമ്മുടെ വാർഡ്രോബ്. അപ്പൊ നമുക്കിനി അപ്സ്റ്റേഴ്സിൽ പോവാം. അവിടെ എന്താ പറയുക, ഇതും വേറൊരു റൂമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു കയറ്റവും ഇറക്കവും. അതാ ഉണ്ടോ, ഇങ്ങോട്ടൊരു ഇറക്കം, പിന്നെ ഇങ്ങോട്ടൊരു കയറ്റം. ഫുള്ള് കയറ്റാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഐ വിൽ ഷോ യു. ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഓറഞ്ച് ട്രീ ആട്ടോ. ഇതിൽ ഫുൾ ഓറഞ്ചസ് ഉണ്ട്, പക്ഷെ ഒക്കെ പച്ചയാണ്. ഇടയ്ക്ക് 2-3 ഒക്കെ പഴുത്ത് നിൽപ്പുണ്ട്. എനിക്കിതാ താഴെ കിടന്ന ഒരു ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതാ പച്ചയാണ്. നല്ല പുളിയുണ്ട്. ഞാൻ ഇത് കഴിച്ച് നോക്കി, നല്ല പുളിയായി ഓറഞ്ച്. ഇവിടെ ഒരു ഓറഞ്ച് മരം ഉണ്ട്. ഇത് ഫുള്ള് പച്ച ഓറഞ്ചാണ്. ഒന്നും പഴുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പഴുത്തിട്ടുണ്ട്. എനിക്കിതാ ഒരു പഴുത്ത ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്.
ഈ ഓറഞ്ച് മരത്തിൻ്റെ ഇപ്പുറത്തതാ ഇതുണ്ടോ, ഇവിടെ ഫുള്ള് ഈ പുഴയാണ്. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ഈ പുഴയാണ്. പറഞ്ഞത് ഈ മലയുടെ ഇതിൽ എവിടെയോ ആണ് ഇലവീഴ പൂഞ്ചിറ എന്നാണ്. നാളെ പോയി നോക്കണം. കണ്ടോ അവിടെ ഒരു പാലമുണ്ട്. അവിടെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തേക്കുക പാലം. ആ മേലെ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഉണ്ടോ, ഇവിടെയാണ് ഈ ഓറഞ്ച് ട്രീ, ഇവിടെ ആ റിവർ. ഞാനിപ്പോൾ താഴത്ത് പോയിട്ട് വരികയാണ്. അവരവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയില്ല കേട്ടോ. ഇവിടെ വേറെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ ഇവർ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പക്ഷെ പാഷൻ ഫ്രൂട്ടൊക്കെ പച്ചയാണ്, ഒന്നും പഴുത്തിട്ടില്ല. ഇതാണ് കേട്ടോ മിറാക്കിൾ ഫ്രൂട്ട്. അല്ല, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ട്രീ. ഇതിൽ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ കഴിച്ചു. ആക്ച്വലി ഇത് മധുരമുള്ള സാധനമാണ്. ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് പുളിയുള്ള സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഞാൻ നേരത്തെ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് ആ പുളിയുള്ള ഓറഞ്ച് കഴിച്ചു, നല്ല മധുരമായിരുന്നു. ആദ്യം ആ ഓറഞ്ച് തനിയെ കഴിച്ചപ്പം അത് നല്ല പുളിയായിരുന്നു. ഇതാ നോക്ക്, അതൊരു പച്ച മിറാക്കിൾ ഫ്രൂട്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കളറാവും കേട്ടോ. ഞാനിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് പച്ച മിറാക്കിൾ ഫ്രൂട്ടാണ്. ഞാനിവിടെ കുറേ തെരതി നോക്കി ഗൈസ്. ഞാൻ ഇത് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല. ഞാൻ കഴിക്കുന്നതിൻ്റെ ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം നോക്കിയിട്ടൊക്കെ പച്ചയെ കാണുന്നുള്ളൂ. പഴുത്തത് എല്ലാവരും കഴിച്ച് തീർത്തതുകൊണ്ട് പഴുത്തതൊന്നും കാണുന്നില്ല. സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവർ കുറച്ച് ഗാർഡൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ അടിപൊളിയായിട്ടാണ് അവർ ഈ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂം ടൂർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. മാക്സിമം ഞാൻ എല്ലാ ഭാഗവും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതും വരെ സ്റ്റേ ട്യൂൺ. ബൈ.